അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഷെയ്ഖ് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ തീഹ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അടിയിൽ തിളച്ചുരുകുന്ന മണൽക്കാട്, മുകളിൽ ആളിക്കത്തുന്ന സൂര്യൻ, നട്ടുച്ച സമയം. കാറ്റടിക്കുമ്പോൾ രോമം കരിയുന്ന ഗന്ധം. അവിടെ ഒരു യുവതി, കാഴ്ചയിൽ അതീവ സുന്ദരി, അഗ്നികുണ്ഡത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അവൾ നിസ്കരിക്കുന്നു. സലാം വീട്ടിയപ്പോൾ ഞാൻ അടുത്തി എന്ന് അഭിവാദ്യം ചെയ്തു. അവർ സലാം മടക്കിക്കൊണ്ട് ചോദിച്ചു, അല്ലയോ ദുന്നൂൻ, എന്തുണ്ട് വിശേഷം? ഞാൻ അമ്പരന്ന് പോയി. ഭവതിക്കെങ്ങനെ എൻ്റെ പേര് പിടികിട്ടി? അവർ പറഞ്ഞു, അല്ലയോ നേരം കൊല്ലിയായ മനുഷ്യ, ശരീരങ്ങളെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പേ അവയ്ക്കെല്ലാം നമ്മുടെയെല്ലാം ആത്മാവിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അവർ അർശിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആധ്യാത്മികമായി ആശയപ്പൊരുത്തമുള്ള ആത്മാക്കൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. ഞാനും താങ്കളും തമ്മിൽ അന്ന് ബന്ധപ്പെട്ടതാണ്. പക്ഷേ താങ്കൾക്കത് ഓർക്കാൻ ഇപ്പോൾ കഴിയാതിരിക്കാൻ കാരണമുണ്ട്. ആത്മീയ പുരോഗതിയുടെ അനേകം കടമ്പകൾ ഇനിയും താങ്കൾക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. അവ തരണം ചെയ്ത് കഴിയുമ്പോൾ താങ്കൾക്കും എന്നെപ്പോലെ തിരിച്ചറിവ് ലഭിക്കും. ഇപ്പോൾ വിവേകമുദിക്കാത്ത കുട്ടികളുടെ അവസ്ഥയിലാണ് താങ്കൾ ഉള്ളത്. പ്രായപൂർത്തിയിലെത്താൻ അള്ളാഹു സഹായിക്കട്ടെ. തുടർന്ന് താഴെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കവിതയും അവർ പാടി. അതിൻ്റെ ആശയം ഇങ്ങനെയായിരുന്നു: നിശ്ചയമായും ഹൃദയങ്ങൾ അദൃശ്യലോകത്ത് അള്ളാഹുവിൻ്റെ പട്ടാളങ്ങളാണ്. എന്നാൽ അവയിൽ ഇച്ഛകൾ വ്യത്യസ്തമെത്രേ. അവയിൽ ഇണക്കമുള്ളവ തമ്മിൽ യോജിക്കുകയും ഇണങ്ങാത്തവ ഭിന്നിക്കുകയും ചെയ്തു. ഷെയ്ഖ് ദുന്നൂൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ മഹദിയോട് അപേക്ഷിച്ചു, എനിക്കൊരു ഉപദേശം നൽകണം. അള്ളാഹുവിൽ നിന്ന് ഭവതിക്ക് ലഭിച്ച ലതുന്യായ ജ്ഞാനത്തിൽ നിന്ന് അല്പം എന്നെ കേൾപ്പിക്കണം. ഉടനെ അവർ പറഞ്ഞു, അല്ലയോ ദുന്നൂൻ, താങ്കളുടെ ഓരോ അവയവങ്ങളിലും നീതിയുടെ തുലാസ് സ്ഥാപിക്കണം. ആ അവയവങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റേതല്ലാത്തതെല്ലാം ഒരുക്കിക്കളയണം. ഹൃദയം ശുദ്ധമാകട്ടെ. അത് റബ്ബിൻ്റെ സിംഹാസനമാക്കി ഒരുക്കി വെക്കണം. അതിൽ പിശാച് വന്നിരിക്കുന്നത് സൂക്ഷിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ വാതിൽ തുറന്നു കിട്ടും. അവൻ്റെ ഖജാന നിൻ്റെ കയ്യിൽ വരും. അതിൻ്റെ കാവൽക്കാർ നിനക്ക് കീഴടങ്ങും. നിൻ്റെ ദേഹം നിൻ്റെ ദേഹിയുടെ കോണിയാക്കി മാറ്റണം. അങ്ങനെ നിൻ്റെ ദേഹം കൊണ്ട് ദേഹിയെ രക്ഷിക്കണം. എന്നാൽ ഏകാന്തതയിൽ അള്ളാഹു നിനക്ക് പരമാനന്ദം നൽകും. നീ പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടും. ഇതിനു വേണ്ടി ആയിരിക്കട്ടെ പ്രയത്നശീലരുടെ പ്രയത്നമെല്ലാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മഹദി അപ്രത്യക്ഷയായി. ഞാൻ അത്ഭുതത്തോടെ ആ ഉപദേശരത്നങ്ങൾ ഹൃദയത്തിൽ അടുക്കി വച്ചാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ മുത്തുകളും നിശ്ചല പ്രഭ തൂകുന്നത് ഞാൻ കണ്ടു. ആ പ്രഭയിലൂടെയാണ് ഞാൻ ആദ്യമായി ആധ്യാത്മിക ലോക സൗന്ദര്യം കണ്ടെത്തിയത്. ആ മുത്തുകളിൽ എൻ്റെ ആത്മാവ് പ്രതിഫലിക്കുന്നതും ഞാൻ കണ്ടു. അന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. എൻ്റെ ജീവിതം ഞാൻ കെട്ടിപ്പടുത്തത് ഈ അസ്ഥിവാരത്തിലാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാസിം ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ ഹജ്ജിൻ്റെ ചടങ്ങുകൾ നിർവഹിക്കുകയാണ്.
രാത്രി പാതിര കഴിഞ്ഞാൽ നിത്യവും കഅബ പ്രദക്ഷിണം ചെയ്യൽ പതിവാണ്. ഒരു ദിവസം അർദ്ധരാത്രി ഞാൻ തവാഫ് ചെയ്യുമ്പോൾ ഒരു യുവതി തവാഫ് ചെയ്യുന്നത് കണ്ടു. അവൾ ഈ അർത്ഥം വരുന്ന ഒരു പദ്യമാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പ്രേമം ഞാൻ ഉള്ളിലൊതുക്കാൻ ശ്രമിക്കും തോറും അത് തള്ളി തള്ളി പുറത്തു ചാടുന്നു. അങ്ങനെ അത് ഒടുങ്ങാത്ത അവസ്ഥ പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ പ്രേമം കഠിനമാകുമ്പോൾ കാമുകനെ ഓർത്ത് ഹൃദയം പരിഭ്രാന്തമാകുന്നു. ഞാൻ സാമീപ്യം കൊതിക്കുമ്പോൾ സാമീപ്യം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പ്രേമ സായുജ്യമടയുകയും കാമുകനിൽ ലയിക്കുകയും സൗഭാഗ്യകരമായ നിർവൃതി ആസ്വദിച്ച് പുളകം കൊള്ളുകയും ചെയ്യുന്നു. ഷെയ്ഖ് ജുനൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ യുവതിയോട് ചോദിച്ചു, ഈ പുണ്യ കഅബാലയത്തിൽ വന്ന് പ്രേമഗാനം പാടുന്നുവോ? ഇത് പാടിയിട്ടാണോ തവാഫ് ചെയ്യുന്നത്? ഉടനെ യുവതി മറ്റൊരു പാട്ടാണ് പാടുന്നത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഞാൻ സുഷുപ്തി ഉപേക്ഷിച്ച് ഇവിടെ തവാഫ് ചെയ്യുന്നത് കാണാൻ താങ്കൾക്ക് കഴിഞ്ഞത് തഖ്വ കൊണ്ട് മാത്രമാണ്. തഖ്വ മാത്രമാണ് വീടും നാടും ഉപേക്ഷിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചത്. എൻ്റെ പ്രേമമാണ് എന്നെ ഓടിച്ചത്. അതെന്നെ പരിഭ്രാന്തയാക്കുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് മഹദി പറഞ്ഞു, അല്ലയോ ജുനൈദ്, താങ്കൾ പ്രദക്ഷിണം വെക്കുന്നത് അള്ളാഹുവിനെയാണോ അതോ അവൻ്റെ വീടിനെയാണോ? ഉടനെ മഹദി ജുനൈദ് ബാഗ്ദാദി പറഞ്ഞു, അള്ളാഹുവിൻ്റെ വീടിനെയാണ്. ഉടനെ ആ മഹദി ആകാശത്തേക്ക് തൻ്റെ കണ്ണുയർത്തിക്കൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സർവശക്തനായ തമ്പുരാനെ, എന്തൊരു അത്ഭുതമാണിത്! കല്ലുകളെപ്പോലെയുള്ള ഇത്തരം മനുഷ്യരെ നീ സൃഷ്ടിച്ചു വിട്ടതിലെ രഹസ്യം അപ്രാപ്യം തന്നെ. തുടർന്ന് മഹദി മറ്റൊരു കവിത കൂടി പാടി. അതിൻ്റെ ആശയം ഇങ്ങനെയായിരുന്നു: ഇവർ കല്ലുകളെ പ്രദക്ഷിണം വെക്കുന്നു. സൃഷ്ടാവായ നിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്രേ ഈ പ്രഹസനം നടത്തുന്നത്. അവരുടെ ഹൃദയങ്ങളാകട്ടെ കരിങ്കല്ലുകളേക്കാൾ കടുത്തതാണ്. ഇവർ വിഭ്രാന്തരാണ്. വിഭ്രാന്തിയിൽ ഇവർക്ക് ഇവരെ തന്നെ മനസ്സിലാകുന്നില്ല. ചിന്തയുടെ ആഴങ്ങളിൽ ഊളിയിട്ട് സാമീപ്യ സങ്കേതങ്ങളിൽ ഇവർ ഇറങ്ങിച്ചെല്ലുന്നു. പ്രേമത്തിൽ ഇവർ ആത്മാർത്ഥത പുലർത്തിയിരുന്നുവെങ്കിൽ ഇവരുടെ കറകൾ നീങ്ങി ശുദ്ധിയായേനെ. മിഥ്യകൾക്കപ്പുറമുള്ള സത്യത്തെ സ്മരിക്കാനുള്ള ഗുണവിശേഷണങ്ങൾ ലഭിക്കുകയും ചെയ്തേനെ. ഷെയ്ഖ് ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവരുടെ ഈ ഗാനം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് വീണുപോയി. ബോധം തെളിഞ്ഞു നോക്കുമ്പോൾ ആ മഹദി